ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഇത് കുറച്ച് ദിവസം മുന്നേ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ആഴ്ച കൊണ്ട് ഞാൻ എടുത്ത വീഡിയോയാണ് കേട്ടോ. ഞങ്ങൾ ഇടപ്പള്ളി പോയപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ ഷെയർ ചെയ്യാമെന്ന് എഴുതി എടുത്ത വീഡിയോയാണ്. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ചാണ് കേട്ടോ. അപ്പോൾ കാഴ്ചയും നിങ്ങൾക്ക് ബോറടിക്കൂല, കേൾവിയും നിങ്ങൾക്ക് ബോറടിക്കൂല, വിശേഷങ്ങളൊക്കെ അറിയണ്ടേ. മുണ്ടംവേലിയിൽ നിന്ന് ഒരു 12 കിലോമീറ്റർ ദൂരത്തിലാണ് പൊന്നു പഠിക്കുന്ന സ്കൂള്. അപ്പോൾ രാവിലെ ഞാൻ അവളെ കൊണ്ടാക്കും. ഇവിടുന്ന് വേറെ ഈ പരിസരത്തൊന്നും അല്ലെങ്കിൽ ഈ കൊച്ചി ഭാഗത്തൊന്നും വേറെ കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവൾ ഒറ്റയ്ക്കാണ് പോകുന്നത്. ഒറ്റയ്ക്ക് വിടാനുള്ള എനിക്ക് ധൈര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെയാണ് അവളെ കൊണ്ടാക്കുന്നത്. ജൂഡ്സൺ ഒഴിവുള്ള സമയത്ത് ജൂഡ്സൺ കൊണ്ടാക്കും, അല്ലാത്ത സമയത്തൊക്കെ ഞാനാണ് കൊണ്ടാക്കുന്നത്. ബസ് ടിക്കറ്റ് വിട്ടാൽ മതിയില്ലേ എന്നൊക്കെ ചോദിക്കും. പക്ഷേ നമ്മുടെ ഈ ഇവൾ പോകുന്ന സ്കൂളിൻ്റെ ആ റോഡിൽ അധികം ബസ് ഈ ഭാഗത്തുനിന്നില്ല. ചില സമയത്ത് ലിമിറ്റഡ് ആയിട്ടുള്ള ബസ്സുകളേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു ബസ് കിട്ടിയില്ല, അല്ലെങ്കിൽ ഒരു ബസ് കേടാവുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സമാധാനത്തോടെ ഇവിടെ ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനത് കൈയോടെ ഞാൻ തന്നെ ചെയ്യുകയാണ് കേട്ടോ. ഇപ്പോൾ 10ാം ക്ലാസ് ആയത് കാരണം അവർക്ക് 8 മണിക്കാണ് ക്ലാസ് തുടങ്ങുന്നത്. അതുപോലെ വൈകുന്നേരം 3:45 ക്ലാസ് അവസാനിച്ചാലും അടുത്ത് തന്നെയാണ് അവളുടെ ട്യൂഷൻ. സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചറിൻ്റെ അടുത്ത് തന്നെയാണ് ആക്കിയിരിക്കുന്നത്. അപ്പോൾ ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഒരു 4:30 ട്യൂഷൻ തുടങ്ങിയാൽ ചിലപ്പോൾ 8:30 മണിയാവും, ചിലപ്പോൾ 9 മണിയാവും. പിന്നീട് അങ്ങോട്ട് എക്സാമൊക്കെ അടുക്കും തോറും 9:30, 10 മണിയൊക്കെ വരെ ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോയി കൊണ്ടുവരൽ വളരെ ബുദ്ധിമുട്ടാണ്. ജൂഡ്സൺ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞ് രാത്രിയാകുമ്പോൾ വിളിക്കാൻ പോകുമ്പോഴേക്കും ജൂഡ്സൺ ടയേർഡാകും, ദേഷ്യം വരും, ആകെ നമുക്ക് സമാധാനക്കേടും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരുന്നതുകൊണ്ട്. അവളാണെങ്കിലും ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് അവളും ടയേർഡായിരിക്കും. വന്നു കഴിഞ്ഞാൽ അവൾക്ക് പഠിക്കാനൊന്നും തോന്നൂല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ. അതുകൊണ്ട് നമ്മൾ സ്കൂളിനടുത്തായിട്ട് ഏതാണ്ട് ഒരു 5 മിനിറ്റ് ദൂരത്തിൽ ഒരു ചെറിയൊരു വീട് വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. അങ്ങോട്ട് ഞങ്ങൾ രണ്ടുപേരും മാറുകയാണ്. ജൂഡ്സൺ വരുന്നില്ല, ഇടയ്ക്ക് വന്നും പോയിക്കൊണ്ടിരിക്കും, സ്ഥിരമായിട്ട് അവിടെ നിൽക്കുന്നില്ല. കാരണം ഈ പരിസരവും വീടും വിട്ടു പോകാനായിട്ട് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ജൂഡ്സന്. അതാണ് ഒന്നാമത്തെ കാരണം. പിന്നെ ഈ യാത്രയുടെ സ്ട്രെസ്സും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അവൾ നന്നായിട്ട് പഠിക്കട്ടെ, പഠിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഉദ്ദേശം. അപ്പോൾ ഇവളുടെ ഫ്രണ്ട്സിൽ കുറേ പേര് അങ്ങനെ താമസിക്കുന്നുണ്ട്. സ്കൂളിനടുത്തൊക്കെ തന്നെ റെൻറ്റിന് സ്വന്തം വീട് വാടകയ്ക്ക് കൊടുത്തിട്ട് വന്ന് താമസിക്കുന്നവരുണ്ട്, അല്ലാത്തവരുണ്ട് കേട്ടോ. വീടില്ലാതെ റെൻറ്റിന് താമസിക്കുന്നവരുണ്ട്, അല്ലാത്തവരുണ്ട്. ചെറിയ വീടാണ്, വലിയ സൗകര്യങ്ങളൊന്നുമില്ല, എന്നാലും ഉള്ള സൗകര്യത്തിൽ ഞാനും അവളും മാത്രമല്ലേ ഉള്ളൂ എന്ന് എഴുതിയിട്ടാണ്. അപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവാൻ വഴിയില്ല. പിന്നെ നമ്മുടെ ചെടികളെല്ലാം ഒന്നും കൊണ്ടുപോകുന്നില്ല, കുറച്ച് ചെടികളൊക്കെ കൊണ്ടുപോകും. കാരണം എനിക്ക് എൻ്റെ വീഡിയോസ് കണ്ടിന്യൂ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഇനി മുതൽ നമുക്ക് ഗാർഡനിങ് വീഡിയോ മാത്രമായിരിക്കില്ല, വ്ളോഗുകൾ ഉണ്ടാകും. ഡെയിലി നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോഴും നിങ്ങൾ ഇപ്പം എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന അതുപോലെ തന്നെ എല്ലാവരും വീഡിയോസ് കാണണം, സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ഷോപ്പിംഗ് ഒന്നും കഴിഞ്ഞിട്ടില്ല. കാരണം ഇവിടെയുള്ള സാധനങ്ങളെല്ലാം പെറുക്കി അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം ഇവിടെ ഇടയ്ക്ക് വരുമ്പോൾ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അവിടെ അത്യാവശ്യം ഉപയോഗിക്കാവുന്ന സാധനങ്ങൾ മാത്രമാണ് അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. അത് നമുക്ക് പുതിയതായിട്ട് ചിലതൊക്കെ വാങ്ങിച്ചേ പറ്റുള്ളൂ. ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്ന വീട്. ഇതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോസൊക്കെ പിന്നെ ഇടാം കേട്ടോ.